സോ ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമറും ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമറും നമ്മൾ നോക്കാൻ പോവാണ്. അപ്പോൾ ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമർ എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റ് ആയിട്ടുള്ള നോം ചോംസ്കിയാണ് 1950s ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷണൽ ഗ്രാമർ വരുന്നതിന് മുന്നേ ഡെവലപ്പ് ചെയ്ത ഒരു ഐഡിയ ആണ് ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് ഗ്രാമർ. കാരണം സെൻറ്റൻസുകളെ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്മോളർ കോൺസ്റ്റിറ്റ്യുവൻസ് അല്ലെങ്കിൽ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമർ എന്ന് വെച്ചാൽ എങ്ങനെയാണ് വേർഡ്സ് കമ്പൈൻ ചെയ്ത് ഫ്രേസസ് അല്ലെങ്കിൽ സെൻറ്റൻസസ് ഫോം ചെയ്യുന്നത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഗ്രാമർ. അതാണ് ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു, അതായത് നമ്മൾ IC അനാലിസിസ് പഠിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾ അതായത് IC അനാലിസിസും ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമറും തമ്മിൽ കുഞ്ഞു ഡിഫറൻസേ ഉള്ളൂ. ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമർ എന്ന് പറയുമ്പോൾ അതെന്താണ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സെൻറ്റൻസ്, അതായത് രണ്ടും ഇപ്പോൾ ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമർ ആണെന്നുണ്ടെങ്കിലും IC അനാലിസിസ് ആണെന്നുണ്ടെങ്കിലും രണ്ടും സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറെയാണ് പഠിക്കുന്നത്, അല്ലേ? വേർഡ്സ് എങ്ങനെയാണ് ഫ്രേസസ് അല്ലെങ്കിൽ സെൻറ്റൻസസ് ആയിട്ട് മാറുന്നതെന്നുള്ളത്. രണ്ടും സെൻറ്റൻസിനെ ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. രണ്ടിനും ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഉണ്ട്, അല്ലേ? അതായത് ഒരു പാർട്ടിനകത്ത് തന്നെ സ്മോളർ പാർട്ടുകൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് പോകാൻ സാധിക്കും. രണ്ടും നമുക്ക് ട്രീ ഡയഗ്രാംസ് വെച്ച് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകാനും സാധിക്കും, അല്ലേ? അപ്പോൾ IC അനാലിസിസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമറിലെ ഒരു മെത്തേഡാണ്. ഒരു സെൻറ്റൻസിനെ നമുക്ക് എങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യാം എന്നുള്ളൊരു മെത്തേഡാണ്. ഓക്കെ, PhD ആയിട്ട് അതിന് ബന്ധമുണ്ട് IC അനാലിസിസിന്. അപ്പോൾ സിംപ്ലർ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ IC അനാലിസിസ് ഒരു സെൻറ്റൻസിനെ നമുക്ക് എങ്ങനെ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം എന്ന് അനലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമർ എന്ന് പറയുന്നത് എന്താണ്, അത് കുറച്ച് റൂൾസ് ആണ്. എങ്ങനെയാണ് സെൻറ്റൻസസിനെ നമ്മൾ ഫോം ചെയ്തെടുക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറച്ച് റൂൾസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമറിലോട്ട് പോവാം. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്ത ലിംഗ്വിസ്റ്റ് ആയിട്ടുള്ള നോം ചോംസ്കി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ബേസിക് ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഓരോ സെൻറ്റൻസിനെ നമുക്ക് ഫ്രേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നൗൺ ഫ്രേസ് അല്ലെങ്കിൽ വെർബ് ഫ്രേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രിപ്പോസിഷണൽ ഫ്രേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു നമ്മൾ. അപ്പോൾ സെൻറ്റൻസിനെ നമ്മളൊരു ട്രീ ലൈക്ക് സ്ട്രക്ചറിലോട്ട് ആക്കുന്നു, ഓർഗനൈസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ നൗൺ ഫ്രേസ് ഏതാണ്, വെർബ് ഫ്രേസ് ഏതാണ് എന്ന് നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ദ ബോയ് എയ്റ്റ് ആൻ ആപ്പിൾ, ഇത് നമ്മൾ ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമർ വഴി ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെൻറ്റൻസ് ആണ് ദ ബോയ് എയ്റ്റ് ആൻ ആപ്പിൾ. അപ്പം സെൻറ്റൻസിനെ നമ്മൾ എങ്ങനെയായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത്, നൗൺ ഫ്രേസ് അല്ലെങ്കിൽ വെർബ് ഫ്രേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്, ദ പ്ലസ് ബോയിയും, അതാണ് നൗൺ ഫ്രേസ്, ദ ബോയ് എന്നുള്ളതാണ് നൗൺ ഫ്രേസ്. വെർബ് ഫ്രേസ് എന്ന് പറയുന്നത് എയ്റ്റ് ആൻ ആപ്പിൾ. അപ്പോൾ എങ്ങനെ ചെയ്യാം നമുക്ക് നൗൺ ഫ്രേസ്? നമ്മൾ IC അനാലിസിസിനകത്ത് ചെയ്ത എങ്ങനെയാണ്, ഒരു സെൻറ്റൻസിനെ ആദ്യമേ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ രണ്ടാമായിട്ട് ഡിവൈഡ് ചെയ്ത ഓരോന്നിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്ത് എഴുതുന്നു. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒറ്റയടിക്ക് നൗൺ ഫ്രേസും വെർബ് ഫ്രേസും ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ബോയ് എന്ന് എഴുതുന്നതിന് പകരം ദ പ്ലസ് ബോയ് എന്ന് ആദ്യമേ തന്നെ എഴുതുന്നു. 8 പ്ലസ് ആൻ ആപ്പിൾ എന്നുള്ളതിന് പെട്ടെന്ന് തന്നെ അങ്ങ് നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതുവാണ്. ആദ്യം നമ്മൾ IC അനാലിസിസിലാണെന്നുണ്ടെങ്കിൽ ദ ബോയ് പ്ലസ് 8 ആൻ ആപ്പിൾ, ഇങ്ങനെ നമ്മൾ സെൻറ്റൻസിനെ ഡിവൈഡ് ചെയ്യുന്നു. പിന്നെയാണ് നമ്മൾ ദ പ്ലസ് ബോയ് എന്നും 8 പ്ലസ് ആൻ ആപ്പിൾ എന്നും ഡിവൈഡ് ചെയ്യുന്നു, അല്ലേ? അപ്പം ആൻ ആപ്പിൾ എന്നുള്ളതിനെ പിന്നെ നമ്മൾ ആൻ പ്ലസ് ആപ്പിൾ എന്ന് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ അങ്ങനെയല്ല, നൗൺ ഫ്രേസും വെർബ് ഫ്രേസുമായിട്ട് പെട്ടെന്ന് ഡിവൈഡ് ചെയ്ത് എഴുതുവാണ്. ദ പ്ലസ് ബോയും 8 പ്ലസ് ആൻ ആപ്പിളും അങ്ങനെ ആക്കി എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രേസ് സ്ട്രക്ചർ റൂൾസ് എന്ന് പറയുന്നത് എന്താണ്, സബ്ജക്റ്റ് ഇസ് ഇക്വൽ ടു നൗൺ ഫ്രേസ് പ്ലസ് സെൻറ്റൻസ് ഇസ് ഇക്വൽ ടു നൗൺ ഫ്രേസ് പ്ലസ് വെർബ് ഫ്രേസ്, അങ്ങനെയാണ് ആക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഓരോ സ്ലോട്ടുകളിലും നമുക്ക് വേർഡ്സിനെ ഇൻസേർട്ട് ചെയ്യാനും നമുക്ക് സാധിക്കും. ഇപ്പോൾ ട്രീ ഡയഗ്രാം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സെൻറ്റൻസിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ നോക്കുന്നത്. അതായത് സെൻറ്റൻസുകളെ ഏതൊക്കെ ഫ്രേസസ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് എന്നുള്ളത് നമ്മൾ ട്രീ ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യുന്നത്. ഓരോ ഫ്രേസിനും ഒരു ഹെഡ് കാണും. ഫോർ എക്സാമ്പിൾ, ഇൻ ദ ബിഗ് ഹൗസ്, ദ ബിഗ് ഹൗസിനകത്തുള്ള നൗൺ ഹൗസ് ആണ്. അപ്പോൾ അതാണ് അവിടുത്തെ നൗൺ ഫ്രേസിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. മെയിൻ കാര്യം അവിടുത്തെ ഹൗസ് ആണ്. ഇനി ടൈപ്സ് ഓഫ് ഫ്രേസസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സെൻറ്റൻസിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമർ വെച്ചിട്ട് എക്സാമിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ ലുക്ക് ഫോർ നൗൺ ഫ്രേസ്, വി വിൽ ലുക്ക് ഫോർ വെർബ് ഫ്രേസ്, വി വിൽ ലുക്ക് ഫോർ പ്രിപ്പോസിഷണൽ ഫ്രേസ്. നൗൺ ഫ്രേസ് എന്ന് വെച്ചാൽ എന്താണ്, ദ ടോൾ മാൻ ഈസ് റണ്ണിങ് ഓൺ ദ ടേബിൾ, അതൊരു സെൻറ്റൻസ്, അതാണ് എസ്. സെൻറ്റൻസിനെയാണ് നമ്മൾ എസ് എന്ന് പറയുന്നത്. അതിൻ്റെ നൗൺ ഫ്രേസ് എന്തോ വരും, നൗൺ എന്താണ്, ദ ടോൾ മാൻ. അതിനകത്ത് വെർബ് ഫ്രേസ് എന്തോ വരും, ഈസ് റണ്ണിങ്. അതിനകത്ത് പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ത് വരും, പ്രിപ്പോസിഷൻ വരുന്ന ഏതാ, ഓൺ ദി ടേബിൾ, അതാണ് പ്രിപ്പോസിഷണൽ ഫ്രേസ്.
അപ്പോൾ നമ്മൾ ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമറിനകത്ത് ഈ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ വേർഡ്സിനെ ഡിസ്ക്രൈബ് ചെയ്ത് ഒരു സെൻറ്റൻസിനകത്തുള്ള വേർഡ്സിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്നത്. ഓക്കെ. ആൻഡ് ഓൾസോ അതായത് നമുക്ക് ഈ ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമർ ഉപയോഗിച്ച് നമുക്ക് ഈ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ നമ്മളിവിടെ സ്ട്രക്ചറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, മറ്റേതുപോലെ ഇവിടെ മീനിങ്ങിനൊരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കത്തില്ല. സെൻറ്റൻസ് എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത് മാത്രമേ നോക്കത്തുള്ളൂ, അതിൻ്റെ മീനിങ്ങും കാര്യങ്ങളൊന്നും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുകയില്ല. ഇപ്പോൾ ഫോർമൽ റൂൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻറ്റൻസിനെ നമ്മൾ നൗൺ ഫ്രേസും വെർബ് ഫ്രേസുമായിട്ട് അല്ലെങ്കിൽ പ്രിപ്പോസിഷൻ ഫ്രേസുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. നൗൺ ഫ്രേസിനെ എന്താണ് അതിൻ്റെ കൂടെ എന്തെങ്കിലും ദായോ ഏയോ ആനോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതേ പ്ലസ് നൗണുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് ദ ആപ്പിൾ, അതിനെ ദ പ്ലസ് ആപ്പിൾ ആക്കി മാറ്റുന്നു നമ്മൾ. വെർബ് ഫ്രേസിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഓക്കെ. ഇനി ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ ലാംഗ്വേജിനെ എങ്ങനെ പ്രോസസ്ഡ് ആവുന്നു അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിനെ എങ്ങനെയൊക്കെ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. നമുക്കൊരു സെൻറ്റൻസിൻ്റെ ക്ലിയർ ആൻഡ് ഓർഗനൈസ്ഡ് സ്ട്രക്ചർ അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ മറ്റേ IC അനാലിസിസിലെ പോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ട്രാൻസ്ഫർമേഷൻസോ അല്ലെങ്കിൽ ക്വസ്റ്റനിങ് സെൻറ്റൻസോ നെഗറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും നമുക്കിത് വെച്ചിട്ട് പഠിക്കാൻ, എക്സാമിൻ ചെയ്യാൻ. ഓക്കെ. അടുത്തതെന്ന് വെച്ചാൽ ട്രാൻസ്ഫർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ ആണ്, അഥവാ TG ഗ്രാമർ. ട്രാൻസ്ഫർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ എന്ന് പറയുന്നത് അതൊരു തിയറിയാണ്. എങ്ങനെയാണ് സെൻറ്റൻസുകൾ ജനറേറ്റഡ് ആവുന്നത്, എങ്ങനെയാണ് സെൻറ്റൻസുകൾ ട്രാൻസ്ഫോം ചെയ്യുന്നത് ഫ്രം ഡീപ്പ് സ്ട്രക്ചർ ടു സർഫസ് സ്ട്രക്ചർ. അപ്പോൾ ഇത് ഫൗണ്ട് ചെയ്തത് നോം ചോസ്കിയാണ്. അദ്ദേഹത്തിൻ്റെ ബുക്ക് സിൻറ്റാക്റ്റിക് സ്ട്രക്ചേഴ്സിനകത്താണ് TG ഗ്രാമറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 1957 സിൻറ്റാക്റ്റിക് സ്ട്രക്ചർ എന്നുള്ള ബുക്ക് അദ്ദേഹം ഇറക്കിയത്. ഇപ്പോൾ ട്രാൻസ്ഫർമേഷണൽ ജനറേറ്റീവ് എന്നാണ് പറഞ്ഞത്. ജനറേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രൊഡ്യൂസ് ചെയ്യുക, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ജനറേറ്റ് ചെയ്യുക, അതാണ് ജനറേറ്റീവ് എന്ന് വെച്ചിവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് എന്ത് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ലാംഗ്വേജിലുള്ള ഗ്രാമാറ്റിക്കൽ സെൻറ്റൻസസിനെ എങ്ങനെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ട്രാൻസ്ഫർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ നോക്കുന്നത്. ദെൻ ട്രാൻസ്ഫർമേഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു സെൻറ്റൻസ് സ്പെസിഫിക് റൂൾസ് അനുസരിച്ച്, ഗ്രാമറിൻ്റെ റൂൾസ് അനുസരിച്ച് എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് നമ്മൾ ട്രാൻസ്ഫർമേഷൻ എന്നുള്ള വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ട്രാൻസ്ഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് അല്ലെങ്കിൽ ഒരു മാറ്റം. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ മീനിങ് എന്താണ്? അതായത് ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് സ്പെസിഫിക് ഗ്രാമർ റൂൾസ് അനുസരിച്ച് മാറുന്നത്, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിന് മാറ്റം വരുന്നത് എങ്ങനെയാണ് ഗ്രാമറിൻ്റെ റൂൾ അനുസരിച്ച്. അപ്പോൾ 2 ലെവലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഡീപ്പ് സ്ട്രക്ചറിനെയും ട്രാൻസ്ഫർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ പഠിക്കും, സർഫസ് സ്ട്രക്ചറിനെയും പഠിക്കും. അപ്പം ഡീപ്പ് സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അതിൻ്റെ ബേസിക് മീനിങ്, അതാണ് ഡീപ്പ് സ്ട്രക്ചർ. സർഫസ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ ആക്ച്വൽ സെൻറ്റൻസ് വി സ്പീക്ക് ഓർ റൈറ്റ്. ഓക്കെ. അപ്പോൾ ഡീപ്പ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഒരു സെൻറ്റൻസിൻ്റെ ബേസിക് മീനിങ് അല്ലെങ്കിൽ ആ വേർഡുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന്. സർഫസ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ ആക്ച്വൽ സെൻറ്റൻസ് എന്താണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എഴുതുന്നത്. ഓക്കെ. അപ്പോൾ ഡീപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ദ ബോയ് വിൽ ഈറ്റ് ദി ആപ്പിൾ, അത് ഡീപ്പ് സ്ട്രക്ചറാണ്. ദ ബോയ് വിൽ ഈറ്റ് ദി ആപ്പിൾ, അതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് മാറ്റുവാണ്. വിൽ ദ ബോയ് ഈറ്റ് ദി ആപ്പിൾ, അതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ഫോം ആക്കി മാറ്റി, അല്ലേ? ഇനി ഫ്രേസ് സ്ട്രക്ചർ റൂൾ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ, ഫ്രേസ് സ്ട്രക്ചർ റൂൾസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഫ്രേസ് സ്ട്രക്ചർ റൂൾസ് വെച്ച് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഒരു സെൻറ്റൻസിൻ്റെ നൗൺ ഫ്രേസ് എന്താണ്, വെർബ് ഫ്രേസ് എന്താണെന്ന് അനലൈസ് ചെയ്തിട്ട് വെച്ചിട്ട് തന്നെയാണ് ട്രാൻസ്ഫർമേഷണൽ ജനറേറ്റീവ് ഗ്രാമറും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ട്രാൻസ്ഫർമേഷണൽ റൂൾസ് എന്താണ്? ഈ റൂൾസ് അതായത് സെൻറ്റൻസിൻ്റെ ഫോമിനെ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, ആക്റ്റീവിൽ നിന്ന് പാസീവിലോട്ട് എങ്ങനെ മാറുന്നു, ഒരു സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് എങ്ങനെ ക്വസ്റ്റ്യനിലോട്ട് മാറുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞു ദ ബോയ് വിൽ ഈറ്റ് ദി ആപ്പിൾ, അതാണ് അതിൻ്റെ ഡീപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ സെൻറ്റൻസിൻ്റെ ബേസിക് മീനിങ് അതാണ്. അതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് മാറ്റുന്നു. വിൽ ദ ബോയ് ഈറ്റ് ദി ആപ്പിൾ, ഈ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടല്ലോ, ഒരു സാധാരണ സെൻറ്റൻസിനെ നമ്മൾ അതിനൊരു ക്വസ്റ്റ്യനിങ് സെൻറ്റൻസ് ആക്കി മാറ്റി. അപ്പോൾ അവിടെ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് നമ്മൾ ട്രാൻസ്ഫർമേഷൻ റൂൾസിനകത്ത് പഠിക്കുന്നത്. ഓക്കെ. ഈ റൂള് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് അതിൻ്റെ ഫോം മാറ്റിയത്. ഇനി ഫോർ എക്സാമ്പിൾ, ദ ബോയ് കിക്ക്ഡ് ദ ബോൾ, അതൊരു ആക്റ്റീവ് വോയിസിൽ എഴുതിയിരിക്കുന്ന സെൻറ്റൻസ് ആണ്. പാസീവ് വോയിസിലോട്ട് ആക്കുവാണ്. ദ ബോൾ വാസ് കിക്ക്ഡ് ബൈ ദ ബോയ്, ഇവിടെ കണ്ട ഉടനെ വാസും എന്നൊക്കെ ആയി വന്നു, ബൈ എന്നുള്ള പ്രിപ്പോസിഷനും ഇവിടെ വന്നു. അപ്പോൾ ഇതെങ്ങനെ വന്നു എന്നുള്ളതാണ് ട്രാൻസ്ഫർമേഷണൽ ജനറേറ്റീവ് ഗ്രാമറിൽ നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ ആ സെൻറ്റൻസിൻ്റെ ഫോം ഉടനെ അങ്ങ് മാറി. ഇനി ഇതിനകത്ത് വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് കേർണൽ സെൻറ്റൻസസ് എന്ന് പറയുന്നത്. KERNEL, കേർണൽ സെൻറ്റൻസസ്. കേർണൽ സെൻറ്റൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ബേസിക് സെൻറ്റൻസസ് ആണ്. ഒരു മാറ്റവും വരാത്ത സിമ്പിൾ ബേസിക് സെൻറ്റൻസിനെയാണ് നമ്മൾ കേർണൽ സെൻറ്റൻസ് എന്ന് പറയുന്നത്. അതായത് ദ ബോയ് വിൽ ഈറ്റ് ദ ആപ്പിൾ, അതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. അതിനെയാണ് കേർണൽ സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ നമ്മൾ കേർണൽ സെൻറ്റൻസ് എന്ന് വിളിക്കത്തില്ല.
അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ആക്റ്റീവിനെ പാസീവിലോട്ടാക്കുന്നു, പാസീവിനെ ആക്റ്റീവിലോട്ടാക്കുന്നു, സാധാരണ ഒരു സ്റ്റേറ്റ്മെന്റ് സെന്റൻസിനെ നമ്മൾ ക്വസ്റ്റനിങ് സെന്റൻസിലോട്ടാക്കുന്നു. ഫോർ എക്സാമ്പിൾ പിന്നെ ഒരു പോസിറ്റീവ് സെന്റൻസിനെ നമ്മൾ നെഗറ്റീവിലോട്ടാക്കുന്നു. ഇതൊക്കെയാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് വരുന്ന 2 ടേമാണ് കോമ്പീറ്റൻസും പെർഫോമൻസും. അപ്പോൾ നോം ചോംസ്കി ഈ 2 ടേമിനെ നമ്മൾ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുന്നുണ്ട്. ഡീപ് സ്ട്രക്ചറും സർഫസ് സ്ട്രക്ചറും നമ്മൾ നോക്കി. ഇനി അടുത്ത വരുന്ന 2 ടേംസ് ആണ് എന്തെന്ന് പറയുന്നത്, കോമ്പീറ്റൻസും പെർഫോമൻസും. കോമ്പീറ്റൻസ് എന്ന് വെച്ചാൽ ഗ്രാമറിനെ കുറിച്ചുള്ള നോളജ് അല്ലെങ്കിൽ റൂൾസ് ഓഫ് ഗ്രാമർ. പെർഫോമൻസ് എന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വൽ ആയിട്ട് ലാംഗ്വേജിനെ യൂസ് ചെയ്യുന്നു. അതായത് നമ്മൾ ലാങ് ആൻഡ് പരോള് പറഞ്ഞതുപോലെ തന്നെയാണ് ഇതും. ലാങ് എന്ന് വെച്ചാൽ എന്താ, ഒരു ലാംഗ്വേജിന്റെ റൂൾസ്. പരോൾ എന്ന് വെച്ചാൽ ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾ അട്ടർ ചെയ്യുന്ന ആ ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ, ആ ഒരു മാനറിസം അല്ലെങ്കിൽ ആ ഒരു ഡയലക്റ്റ് ആക്സെന്റ്, അതാണ് പരോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് കോമ്പീറ്റൻസും പെർഫോമൻസും. കോമ്പീറ്റൻസ് എന്ന് വെച്ചാൽ നോളജ് ഓഫ് ഗ്രാമർ അല്ലെങ്കിൽ റൂൾസ് ഓഫ് ഗ്രാമർ അറിഞ്ഞിരിക്കുക. പെർഫോമൻസ് എന്ന് വെച്ചാൽ ആക്ച്വൽ യൂസ് ഓഫ് ദി ലാംഗ്വേജ്. ഓക്കെ, ഇനി ഡീപ് സ്ട്രക്ചറിനകത്ത് എന്താണുള്ളത്, മീനിങ് ഉണ്ട്. മീനിങ്ങിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഡീപ് സ്ട്രക്ചർ ലെവലിലാണ്. സർഫസ് സ്ട്രക്ചറിനകത്താണ് അതിന്റെ ഒരു സെന്റൻസിന്റെ ഫോം കിടക്കുന്നത്. അതായത് ആ ഫൈനൽ സെന്റൻസ്, അതാണ് നമ്മൾ സർഫസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ ട്രാൻസ്ഫോർമേറ്റീവ് ജനറേറ്റീവ് ഗ്രാമറിനകത്ത് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, ട്രീ ഡയഗ്രാംസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആരോസ് നമ്മൾ യൂസ് ചെയ്യും. സെന്റൻസുകൾ എങ്ങനെയാണ് മാറിയെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ആരോസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മറ്റേ നമ്മൾ വെറുതെ ഒരു ട്രീയുടെ ബ്രാഞ്ചസ് എങ്ങനെയാണോ വരുന്നത് അതുപോലെ ഡിവൈഡ് ചെയ്ത് എഴുതത്തുള്ളായിരുന്നു. ഇതൊരു സെന്റൻസ് മറ്റൊരു സെന്റൻസ് ഗ്രാമറിന്റെ റൂൾ അനുസരിച്ച് മറ്റൊരു ഫോമിലോട്ട് ചേഞ്ച് ആകുമ്പോൾ നമ്മൾ എന്തിന്റെ ഹെൽപ്പോട് കൂടിയാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ആരോ. അതൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഓക്കെ, പിന്നെ ഈ ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് റൂൾസ് വെച്ചിട്ട് നമുക്ക് ഇൻഫിനിറ്റ് ആയിട്ടുള്ള സെന്റൻസസുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. മറ്റേത് 2 പോലെയല്ല, നമുക്ക് ഇൻഫിനിറ്റ് ആയിട്ട് തന്നെ സെന്റൻസസ് നമുക്കിങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ദ ബോയ് ഹൂ സോ ദ ഡോഗ് ദാറ്റ് ചേസ് ദ ക്യാറ്റ് ദാറ്റ് റാൻ അവേ എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോവാം. അപ്പോൾ ചോംസ്കിയുടെ ഐഡിയ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റും കൂടിയുണ്ട് നോം ചോംസ്കി പറഞ്ഞിട്ടുള്ളത്. ആൻഡ് വാട്ട് ഇസ് ദിസ് യൂണിവേഴ്സൽ ഗ്രാമർ? യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും അവർ ജനിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇന്നേറ്റ് ആയിട്ടുള്ളൊരു എബിലിറ്റി ഉണ്ട്, ഹൗ ടു ഹാൻഡിൽ അല്ലെങ്കിൽ ഹൗ ടു യൂസ് ഗ്രാമർ ഓഫ് എ ലാംഗ്വേജ്. അത് നമുക്കൊരു ഇന്നേറ്റ് ആയിട്ട് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്നൊരു കഴിവാണെന്നാണ് എന്താണ് ചോംസ്കി പറയുന്നത്. അതിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ഗ്രാമർ എന്നുള്ള കോൺസെപ്റ്റ് വെച്ചിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പിന്നെന്താണ് ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ നമ്മൾ മോഡേൺ ലിംഗ്വിസ്റ്റിക്സിലും പിന്നെന്താണ് AI-ലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡീപ് സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ദ കാറ്റ് ഈസ് ഈറ്റിംഗ് ദ മൗസ്. ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ അതിനെ നമ്മൾ മാറ്റുമ്പോൾ അതെന്തായി മാറും, ഈസ് ദ കാറ്റ് ഈറ്റിംഗ് ദ മൗസ്. അപ്പോൾ ആ ഒരു സെന്റൻസിന് മാറ്റം വന്നു. ഓക്കെ, ഇനി അതിന്റെ സർഫസ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ എന്താണ്, ഫൈനൽ സ്പോക്കൺ അല്ലെങ്കിൽ റിട്ടൺ ഫോം ഓഫ് എ സെന്റൻസിനെയാണ് നമ്മൾ സർഫസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമർ നോം ചോംസ്കി കൊണ്ടുവന്നു, ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ നോം ചോംസ്കി കൊണ്ടുവന്നു. ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമറിനകത്ത് സെന്റൻസിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫ്രേസസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമറിനകത്ത് ഡീപ് സ്ട്രക്ചറിനും സർഫസ് സ്ട്രക്ചറിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമറിലെ റൂൾസ് എങ്ങനെ, ഒരു സെന്റൻസിനെ നമ്മൾ എങ്ങനെയായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, സബ്ജക്ട് സെന്റൻസ് ഇസ് ഈക്വൽ ടു NP + VP, അതായത് നൗൺ ഫ്രേസ് പ്ലസ് വെർബ് ഫ്രേസ്. മറ്റേതിനകത്ത് എന്തോ നമ്മൾ ഫ്രേസ് സ്ട്രക്ചറിന്റെ ഇതേ റൂൾ വെച്ചിട്ടാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പ്ലസ് ട്രാൻസ്ഫോർമേഷൻ എന്താണ് ഹാപ്പൻ ചെയ്തതെന്ന് നമ്മൾ നോക്കും വിത്ത് ദി ഹെൽപ്പ് ഓഫ് ആൻ ആരോ, ആ ഒരു ട്രാൻസ്ഫോർമേഷനെ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമറിന്റെ എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ ദ ബോയ് ഏറ്റ് ആൻ ആപ്പിൾ. ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ ആക്കാൻ പറഞ്ഞാൽ സെന്റൻസിനെ എന്തോ ആക്കി മാറ്റും, വിൽ ദ ബോയ് ഈറ്റ് ആൻ ആപ്പിൾ എന്നാക്കി മാറ്റുന്നു. ഓക്കെ, പിന്നെ ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമറിന്റെ ലിമിറ്റേഷൻ എന്താണ്, കോംപ്ലക്സ് ആയിട്ടുള്ള സെന്റൻസുകളെ ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ മറ്റേതിനകത്ത് എല്ലാ സെന്റൻസ് ടൈപ്പുകളും നമുക്ക് ഇൻഫിനിറ്റ് ആയിട്ട് തന്നെ ഓരോ സെന്റൻസിനെ നമുക്ക് ഫോം ചെയ്തുകൊണ്ടിരിക്കാനും സാധിക്കും. അപ്പോൾ അത് മറന്നു പോകരുത്. ഇതാണ് ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമറും ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമറും തമ്മിലുള്ള ഡിഫറൻസും അതിന്റെ കമ്പാരിസണുമാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്.